Middle Eastern and Indian influences in the Syriac chant repertory of Syro-Malabar Church. An analytical study of an open-ended music system in South India by Dr. Joseph J. Palakal, CMI. Part 7. New experiments and new sonorities. So now we go to the recent trends. ഈയിടെ നടന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ കുറച്ച് പേര് യൂട്യൂബിൽ കണ്ടു കാണും. പക്ഷേ ആ വീഡിയോ പൂർണ്ണമായിട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. ബിക്കോസ് ഇറ്റ്സ് മൈ ഫേവറേറ്റ് വീഡിയോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വീഡിയോ. ബാക്കി എന്താ ഉയർത്തിന് വേണ്ടിയിട്ടുണ്ടാക്കി. ഓക്കെ, ഇനി അത് നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള പാട്ട്. ഇനി വരാൻ പോകുന്നത് ഡോണ്ട് ബി സർപ്രൈസ്ഡ് ആൻഡ് എക്സ്പെരിമെൻറ്റ്. നിങ്ങൾക്ക് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, ബട്ട് ജസ്റ്റ് ബെയർ വിത്ത് മീ ആൻഡ് ലുക്ക് അറ്റ് ഹൗ മൈ ബ്രെയിൻ തോട്ട് അബൌട്ട് ഇറ്റ് ആൻഡ് ഫർഗീവ് മീ ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ്. സോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൃഷ്ണപദ മണ്ഡൽ എൻ്റെ ബറോഡയിലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ക്ലാസ്മേറ്റാണ്. അതിപ്പോൾ ബംഗ്ലാദേശിലൊരു പ്രൊഫസറാണ് മ്യൂസിക്കിൻ്റെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചെങ്കിൽ അതേ ഒരു പെർഫോമറായി മാറി. എനിക്ക് അതിന് മാത്രമുള്ള പ്രാവീണ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഹിന്ദുസ്ഥാനി പെർഫോമറായില്ല. ബട്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്
അറിഞ്ഞ് ആസ്വദിക്കാൻ മാത്രമുള്ള അറിവേ എനിക്കുള്ളൂ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ മാർവാലാഹ് അതൊരു മന്ത്രമാണല്ലോ, നമ്മുടെ മന്ത്രം, അതൊന്ന് അദ്ദേഹത്തെ ഹംസധ്വനി രാഗത്തിൽ, നമുക്ക് ഈ രാഗം പരിചയമുണ്ട്, വാതാപി ഗണപതിയിലൂടെ നമുക്ക് ഈ രാഗം പരിചയമുണ്ട്. അപ്പോൾ ആ പരിചയമുള്ള ഒരു രാഗത്തിൽ ചെയ്യാൻ പറഞ്ഞു. അതാണ് ചെയ്തത്. മാറനാഥ കം ലോർഡ് ജീസസ് നമ്മുടെ ആദിമ ക്രിസ്ത്യാനികളുടെ മന്ത്രമാണത്. അപ്പോൾ ആ രണ്ട് മന്ത്രങ്ങൾ ഒരു ക്ലാസിക്കൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഫോർമാറ്റിൽ പ്രസൻറ്റ് ചെയ്യുകയായിരുന്നു. ഷുഡ് ഹി ഡു ദാറ്റ്? അങ്ങനെ ചോദിക്കാം. വൈ ഷുഡൻറ്റ് ഹി ഡു ദാറ്റ്? അങ്ങനെയും ചോദിക്കാം. ഇപ്പം നമ്മുടെ കൂട്ടത്തിൽ സംഗീതം ശരിക്ക് പ്രാവീണ്യം നേടിയ ഒരാൾക്ക് ആ കഴിവ് ഉപയോഗിച്ച് തൻ്റെ വിശ്വാസത്തെ ഈ മന്ത്രോച്ചാരണം ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ തലമുറയ്ക്ക് ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ഉദാഹരണമാണ്